ജനനായകൻ പുതിയ പ്രൊമോ പുറത്ത്. ഇലക്ഷൻ സമയത്ത് വൈറലായ മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ ആക്ഷൻ പ്രൊമോയിൽ അനുകരിക്കുന്നുണ്ട് വിജയ്. ജനനായകൻ ജൂലൈ 23-നാണ് തിയേറ്ററിലെത്തുക. നേരത്തെ തമിഴ്നാട് നിയമസഭയിൽ സ്റ്റാലിന്റെ ആക്ഷൻ വിജയ് അനുകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമയിലും അതേ രംഗം ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ മാസ് ആക്ഷൻ അത് പിന്നീട് വിജയ് അനുകരിക്കുന്നത് ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ അവസാനത്തെ ദിവസത്തിലാണ്. ഒരു ആക്ഷൻ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് സ്പീക്കറുടെ അനുവാദം ചോദിച്ചിട്ടാണ് മുഖ്യമന്ത്രി വിജയ് ആ ആക്ഷൻ നിയമസഭയിൽ കാണിച്ചത്. ഇപ്പോഴിതാ ജനനായകന്റെ പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ്. ആ പുതിയ പ്രൊമോയിൽ അതേ ആക്ഷൻ വിജയ് വീണ്ടും അനുകരിക്കുന്നത് കാണാം. റിയൽ ലൈഫിലും എം.കെ. സ്റ്റാലിനിട്ട് കൊട്ടുകയാണ് വിജയ് എന്നത് പറയേണ്ടി വരും. ഈ രംഗം പുതുതായി ചിത്രീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ലീക്ക് ചെയ്യപ്പെട്ട രംഗങ്ങളല്ലാതെ പുതുതായി സിനിമയിൽ ആഡ് ചെയ്തിട്ടുള്ള രംഗങ്ങൾ പലതുണ്ട് എന്ന് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് പറയുന്നത് വിശ്വസിച്ചേ മതിയാവൂ. ഏകദേശം 43 സെക്കൻഡുകളോളം ചിത്രത്തിൽ പുതുതായി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് KVN പ്രൊഡക്ഷൻസ് പറഞ്ഞത്. പക്ഷേ അതല്ലാതെ ചില സർപ്രൈസ് മൊമെന്റ്സും എലമെന്റ്സും ഓൺലൈനിൽ ലീക്ക് ചെയ്ത പ്രിന്റ് അല്ലാതെ തന്നെ തിയേറ്ററിൽ ജൂലൈ 23-ാം തീയതി റിലീസിനെത്തുമ്പോൾ കാണാൻ നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പുതിയ ഫീസ്റ്റായിട്ട് ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകുന്ന ചില രംഗങ്ങളാണ് ഇപ്പോൾ ജനനായകന്റെ പുതിയ പ്രൊമോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. വിജയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ഈ വീഡിയോയുടെ അവസാനത്തെ ഷോട്ടിലാണ് എം.കെ. സ്റ്റാലിന്റെ വൈറലായ ഈ ആക്ഷൻ രംഗം വിജയ് അനുകരിക്കുന്നത് സിനിമയിലും കൂടി കാണാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ അവസാനത്തെ ദിനത്തിലായിരുന്നു ഈ രംഗം ഉണ്ടായിരുന്നത്. ഇലക്ഷന് മുന്നേ ആയിട്ട് എം.കെ. സ്റ്റാലിൻ നടത്തിയ ഈ വൈറൽ ആക്ഷൻ പിന്നീട് ഇലക്ഷന് ശേഷം നമ്മൾ കണ്ടതാണ്. എം.കെ. സ്റ്റാലിൻ പരാജയപ്പെട്ട് പുറത്തേക്ക് പോയി MLA ആകാൻ പോലും കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ വിജയ്ക്കെതിരെ ഒരു മറുപടി പറഞ്ഞത്. ഒരു ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ ഭർത്താവിനെ അന്വേഷിച്ചു പോകുന്ന ഭാര്യയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉദയനിധി സ്റ്റാലിൻ വിജയ്ക്കെതിരെ തുറന്നടിച്ചത്. അതിന് പിന്നാലെയാണ് ഒരു ആക്ഷൻ കാണിക്കാനുണ്ട്, സാറിന് അനുവാദം തരണമെന്ന് സ്പീക്കറോട് ചോദിച്ചതിന് പിന്നാലെ വിജയ് ഈ ഒരു ആക്ഷനും കൂടി നടത്തുകയും ചെയ്തത്. അത് ഉദയനിധി സ്റ്റാലിനും ഇട്ടുള്ള കൊട്ടാണ്. അത് സിനിമയിലും ജനനായകനിലും ആ കൊട്ട് വിജയ് കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രൊമോയിലൂടെ വ്യക്തമാകുന്നത്. ഏകദേശം 2 ദിവസങ്ങളായി കേരളത്തിൽ വലിയ ബുക്കിംഗ് തുടരുകയാണ് ജനനായകൻ. മെനഞ്ഞാന്ന് രാത്രി തുടങ്ങിയ ബുക്കിംഗ് ഏകദേശം കേരളത്തിൽ മാത്രം 2 കോടിയിലധികം രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗായി നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും 3 ദിവസം റിലീസിന് ബാക്കിയുണ്ട്. അതിന് പിന്നാലെ ഓരോ ദിവസങ്ങളും പ്രൊമോയും ഓരോ സർപ്രൈസുകളും നിറച്ചുകൊണ്ട് വരുന്നതായിരിക്കും. കേരളത്തിൽ രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ. തമിഴ്നാട്ടിൽ 9 മണിക്ക് തന്നെ ഷോ ആരംഭിക്കും. എന്നാൽ ബ്ലാക്കിനൊന്നും വിൽക്കുന്ന ടിക്കറ്റുകൾ നടപടിയാവില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതിന് കർശനമായ നടപടി വിജയ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ 1.5 കോടിയിലധികം ആളുകൾ കണ്ട് ഈ പ്രിന്റിന് പിന്നാലെയും പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 3 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി മാത്രമായി വിറ്റഴിക്കപ്പെടുന്നത്. ദ ഹൈപ്പ് ഈസ് റിയൽ ജനനായകൻ ജൂലൈ 23-ന് തിയേറ്ററുകളിലെത്തും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.